ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് കല്ലാറുകുട്ടി വെള്ളത്തുവൽ റൂട്ടിലാണ്. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഭണ്ഡാരക്കുറ്റിയുടെ സൈഡിൽ കൂടെ കാണുന്ന വഴിയില്ലേ, ഇതിലൂടെ നമ്മളങ്ങനെ കയറി പോവുകയാണ്. കയറി പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് കൃഷിയിടങ്ങളും ധാരാളം വീടുകളൊക്കെയാണ്. ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ കാടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് കാണാം കേട്ടോ. കാരണം ഇലക്ഷനല്ലേ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇടുക്കിയിലെ മലമടക്കുകളിലൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന മനോഹരമായ കുറേ ഗ്രാമങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ചെറിയതായതുകൊണ്ട് നമ്മളൽപ്പം ശ്രദ്ധിച്ചൊക്കെ വേണം കയറി പോകാൻ വേണ്ടി. വളരെ ഇടുങ്ങിയ വഴിയാണ്. പോകുന്ന വഴിക്കൊക്കെ കൃഷിയിടങ്ങളും അതുപോലെ മരം വെട്ടിയായിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് കൃഷിയിടങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്, ഒരു വെറൈറ്റി യാത്ര കേട്ടോ. ഇടുക്കിയിലെ ഒരു തനി നാടൻ റോട്ടിക്കിടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോണേ. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ വണ്ടി നിർത്താലേ, എന്നിട്ട് ഇൻട്രോ എടുക്കാം. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ്, ഇടുക്കി ചില്ലീസ്. നമ്മുടെ കല്ലാറുകുട്ടിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഏതാണ്ട് വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ കുറേ ദൂരം കയറി വന്നു. അപ്പം നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അത്യാവശ്യം ഫേമസ് ആയിരുന്ന ഒരു ചെറിയ സ്ഥലമാണ് ഈ മാങ്കടവ് എന്ന് പറയും. അതായത് നമ്മുടെ കല്ലാറുകുട്ടിയിൽ നിന്ന് ഏകദേശം വെള്ളത്തൂൽ റൂട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു വേണം യാത്ര നമുക്ക് തുടരാം അല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കയറി വന്ന വഴി ഇതാണ് കേട്ടോ. ഈ വഴി ഇങ്ങനെ നല്ല കയറ്റമൊക്കെ കയറിയിട്ടാണ് നമ്മൾ കയറി വന്നത്. നമുക്കിനി പോകേണ്ടത് വഴി ഇതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കുറേയേറെ വീട്ടുകാരുടെ ആ ഒരു മേഖലയിലേക്ക് കടന്നു പോകുന്ന ഒരു ചെറിയ വഴിയുണ്ടോ. ഇടുക്കിക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ രസമാണ്. ഇതുകൊണ്ടോ, ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ തൂങ്ങിക്കിടക്കണ്ടേ. രാത്രിയിലൊക്കെ സഞ്ചരിക്കുന്നവരെ ശ്രദ്ധിക്കണം. കാരണം മരത്തേലൊക്കെ ഇങ്ങനെ ചേച്ചിമാരൊക്കെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. പ്രേതമല്ല, സ്ഥാനാർത്ഥികളാണ്. എന്തോ ആട്ടെ. ഈ പൊതു സ്ഥലങ്ങളിൽ ഇങ്ങനെ പോസ്റ്റർ ഒന്നും ഒട്ടിക്കാൻ പറ്റത്തില്ലോ. ഹരിത നിയമചട്ട ലംഘനമൊക്കെ ആയിട്ട് മൊത്തം വലിച്ചു പറിച്ചളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മരത്തേലും അതുപോലെ പ്രൈവറ്റ് വ്യക്തികളുടെ പറമ്പിലൊക്കെ ഇങ്ങനെ തൂക്കിയിടും മരത്തേലൊക്കെ. അപ്പോൾ അവർക്ക് വന്ന് പെട്ടെന്ന് പറിക്കാനും പറ്റത്തില്ല. നല്ല ഐഡിയ അല്ലേ. അപ്പോൾ എല്ലായിടത്തും ഇലക്ഷൻ മൂപ്പൊക്കെ ആയി കാണും അല്ലേ. അപ്പം നമുക്ക് ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഏതാണ്ട് ജനത്തിന് ഉപകാരമുള്ള മെമ്പർമാരെയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ്. പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയം മറന്ന് തന്നെ നല്ല നല്ല ആളുകളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അവിടെ വാട്ടർ കണക്ഷൻ്റെ പൈപ്പ് പൊട്ടിയതാണ് കേട്ടോ. അതാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കണ്ടോ, നല്ല രസമല്ലേ. നല്ല ഗ്രാമീണ പാതയിൽ കൂടിയുള്ളൊരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിക്കൊക്കെ കുറച്ച് വീടുകളുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ ഒരു കാലഘട്ടത്തിൽ തിങ്ങി പാർത്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ മാങ്കടവ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന ജംഗ്ഷനിൽ നമുക്കൊരു കുഞ്ഞു കട നമുക്ക് കാണാൻ പറ്റും. ഇത് തനി നാടനാട്ടോ, അങ്ങനെ പറഞ്ഞാൽ മതി. ഇത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഈ കട തുറക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പാൽ സൊസൈറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് തുളസി ഭായ് കൃഷ്ണനെ. അപ്പോൾ ഇത് ഈ കാണുന്ന വഴിയൊക്കെ ഓരോ വീടുകളിലേക്ക് പോകുന്ന വഴിയാണ്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ ഒത്തിരി ചേട്ടന്മാർ കുപ്പായം തയ്പ്പിച്ചുകൊണ്ടിരുന്നതാണ്. മത്സരിക്കാമെന്ന് ഓർത്തുണ്ട് ഞങ്ങളുടെ നാട്ടിൽ പോലും. പക്ഷെ കുപ്പായം തയ്പ്പിച്ചുകൊണ്ടിരുന്നവരെല്ലാം തോട്ടിപ്പോയി. എന്നാണെന്നറിയോ, മൊത്തം 52% ലേഡീസാണ് ഈ പ്രാവശ്യത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പം ഈ ഞാൻ പറഞ്ഞ ശതമാനം തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ഇട്ടു കേട്ടോ. അപ്പം സ്ത്രീ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലാണ്. ഒരു വീടിരിക്കുന്നുണ്ടോ, നല്ല രസമല്ലേ. 2 നില വീടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ വീട് ഇങ്ങനെ ഉണ്ട്. ഞാൻ ഇതുവഴി മൂന്നാറിന് പോകണതാണ്. കുറച്ച് എളുപ്പ വഴിയുണ്ട്. പക്ഷേ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴി തെറ്റും. ഉണ്ട് താഴെ ഒരു ഓടിട്ട വീട് കണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാങ്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത തന്നെ പറയാം, ഇടുക്കിയിലെ രാവിലെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 1 മണി 2 മണി അടുത്ത സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കണേ. ഫുള്ള് കോടമഞ്ഞാണ്, മൂടൽ മഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് സൈറ്റിലുള്ള കാഴ്ചയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. ഇവിടെ ചായയൊക്കെ കിട്ടുമോ? ചായ ഇല്ല. അല്ല, വൈകുന്നേരങ്ങളിൽ ചായ ഉള്ളതാണോ? രാവിലെ മാത്രം. കടിയോ? അതല്ലേ. ഇതുണ്ടോ, ഒരു ബോർഡ് കണ്ടോ. ഈ ബോർഡ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന വഴിയില്ലേ, ഈ കാണുന്ന വഴി കൂടെ ശല്യാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാർ പോകാൻ പറ്റും. ഇതിലൂടെ ഈ നമ്മൾ കണ്ട പുഴയുടെ സൈഡ് പിടിച്ച് വേണം കുറേ ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ
കല്ലാറുകുട്ടി ശല്യാമ്പാറ അമ്പഴച്ചാല് വഴിയിലേക്ക് ചെന്ന് കയറും. പക്ഷേ എളുപ്പമാണ്, പരിചയമില്ലാതെ പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകാരണം ഞാൻ അങ്ങനെ സജഷൻ ചെയ്തില്ല. പക്ഷേ എന്തെങ്കിലും ഇൻ കേസ് മാങ്കടവൊക്കെ വന്നു കഴിഞ്ഞാൽ മൂന്നാറിലേക്ക് ചാടി പോകാൻ പറ്റിയിരിക്കുന്ന കിടിലം വഴിയാണ്. അപ്പോൾ അത് ഇവിടെ ഒരു ചെറിയൊരു വീട് കണ്ടോ. അപ്പോൾ നമ്മൾ മാങ്കടവ് പാലത്തേലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേട്ടോ, ഇവിടെ നമുക്ക് ബോർഡ് കാണാൻ പറ്റും, മാങ്കടവ് പാലം. ഈ പാലം വന്നതിന് മുമ്പ് ഒരു ചരിത്രമുണ്ട്, അത് ഞാൻ പറയാം. നമ്മൾ ഈ പാലത്തേക്കടെ അങ്ങോട്ട് നടക്കുകയാണ്. ശരിക്കും ഈ പാലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മാങ്കളം പോയി കഴിഞ്ഞപ്പോൾ ഒരു വെള്ളച്ചാട്ടമൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിരുന്നത്, ഇത് കല്ലാർ പുഴയാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ പുഴയാണ് ഇതിലൂടെ ഒഴുകി താഴെ നമ്മുടെ കല്ലാർകുട്ടി ഡാമിലേക്ക് ലയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പാലം വന്നത്. പണ്ട് ഈ പാലം എന്ന് പറഞ്ഞാൽ തടിപ്പാലമായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നു, ഒരു 1.5 പാലമായിരുന്നു. ഞാൻ ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഈ പാലത്തേക്കടെ ഇങ്ങനെ കൊക്കം എടുക്കാനും അതുപോലെ റൂട്ട് സൈഡിനൊക്കെ കടന്നു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് പേടിയാവും. അതൊക്കെ മാറിയിട്ട് നല്ല കിടിലൻ പാലമാണ് ഇപ്പം വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാലത്തിനോട് ചേർന്ന് ആ ഒരു മേഖലയിലാണ് ഇവിടുത്തെ ക്ഷേത്രം ഉള്ളത്. ചേട്ടാ പേരെന്നാ? എൻ്റെ പേര് ജോയി. ചേട്ടാ ഈ നാടിലെ ഈ മാങ്കടവ് എന്ന് പേര് പറയാൻ കാരണം? മാങ്കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 85-90 വർഷം മുമ്പ് ഇവിടെ ആൾ കയറിയ കാലഘട്ടത്തിൽ ഇവിടെ ഈ അമ്പലത്തിൻ്റെ മുകളിലായിട്ടൊരു മരത്തിലെ ഒരു ഏറ്റുമാടം ഉണ്ടായിരുന്നു. ആ ഏറ്റുമാടം കുറേ ആൾക്കാർ ഇറച്ചിയൊക്കെ വെട്ടി വിറ്റുന്നു കയറി കിടന്നു. അവർക്ക് വയറ്റിലൊക്കെ പിടിച്ച് അതിൽ 3-4 പേരും മരിച്ചു. അങ്ങനെയാണ് ഇത് മാൻകടവും മരണക്കടവും ഒക്കെ ആയി മാറിയത്. ഇവിടെ മാനൊക്കെ ഉണ്ടായിരുന്നു, മാനുമായിട്ട് പോലെ. അതെ, ശരിക്കും മാൻകടവ് എന്നാണ് അല്ലേ? ഇപ്പൊ ആളുകൾ അത് ലോപിച്ചു ആണോ? ഇവിടെ എഴുതിയേക്കണ മാങ്കടവ് എന്നാണ്. അവർക്ക് എഴുത്തിൽ പലർക്കും പല അക്ഷരമുള്ള തന്നെ. റബ്ബർ, തെങ്ങ്, കൊടി, ജാതി, തേയില, അല്ല പുൽത്തൈലം, ഇങ്ങനെയുള്ള കൃഷികളായിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്നത്. ഇപ്പം അതെല്ലാം കുറഞ്ഞ് ജാതിയിലേക്കും ഏലത്തിലേക്കും മാറി. അപ്പം ആൾക്കാർ ചൊരുത്താനും തുടങ്ങി. ചേട്ടൻ്റെ പേര്? റോയ്. മാങ്കടവാണോ? മാങ്കടവ. അതല്ലേ. എത്ര നാളെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ജനിച്ച് വളർന്നൊക്കെ ഇവിടെയാണ്. അതല്ലേ. കാരണവന്മാരായിട്ട് ഇവിടെ വന്നതാണ്. അവരേതാണ്ട് ഒരു 60-70 വർഷത്തോളമായി അവരിവിടെ വന്നു. കുടിയേറിയതല്ല, ഇത് ഞങ്ങളെ ഇവിടെ മേടിച്ചതാണ്. ഞങ്ങൾ സ്ഥലം കുടിയേറിയവരോടെ ഞങ്ങൾ മേടിച്ചതാണ്. ഇവിടെയൊക്കെ ഈ ഏരിയ ഒക്കെ ഒരു 62-ലെ പട്ടയത്തിൽ നിൽക്കുന്ന പട്ടയത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഈ പുഴ ഇങ്ങനെ ഒഴുകിയിട്ട് നമ്മുടെ കല്ലാർകുട്ടി ഡാമിലേക്കാണ് ചെന്ന് ചാടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പിന്നെ ഇങ്ങനെ പോയി കുറച്ച് ദൂരമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ ഈ ഒരു മേഖലയില്ലേ, ആ ഒരു മര, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു പവർ സ്റ്റേഷനുണ്ട്, പ്രൈവറ്റ് വ്യക്തികളുടെയാണ്. അമ്പഴച്ചാല എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു ഡാമൊക്കെ നിർമ്മിച്ചിട്ട് അവിടെ നിന്ന് ടണ്ണലടിച്ച് ഒരു പവർ ഹൗസിൽ കൊണ്ടുപോയി ചാടിച്ച് അവിടുന്ന് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളമാണ് ഈ ഒഴുകി പോകുന്നത് കേട്ടോ. അപ്പം മാങ്കടവ് പാലത്തിൻ്റെ കാഴ്ച കണ്ടില്ലേ? നമ്മൾ ഈ കാണുന്നതാണ് മാങ്കടവ് ദൈവക്ഷേത്രം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ പഴയ കാലഘട്ടത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടം തൊട്ട് അത്യാവശ്യം ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അങ്ങോട്ട് കിടക്കുന്ന കവാടങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ എന്താണെങ്കിലും ആ ക്ഷേത്രമാണ് അങ്കണത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നമുക്കത് ഇവിടെ നിന്നാൽ നമുക്ക് നമ്മുടെ ഡ്രോൺ ചേട്ടനൊന്ന് പൊക്കിയിട്ട് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് ആസ്വദിക്കണം. ഇതിൻ്റെ ഫ്രണ്ടേജ് എനിക്ക് തോന്നുന്നത് ആ സൈഡാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിലൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. കല്ലാറുകുട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഇവിടം വരെ കേട്ടോ. അത് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ആ പുഴ ഒഴുകി പോകുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. മനോഹരമായ ആ അമ്പലത്തിൻ്റെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ മാങ്കടവ് ജംഗ്ഷൻ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ തടിവണ്ടികളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് വരുന്ന ഒരു കാഴ്ച അടിപൊളിയല്ലേ? അപ്പം ഈ ഒരു വളവ് തിരിഞ്ഞ് നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു ചെറിയ മനോഹരമായിട്ടുള്ള ഒരു ടൗണാണ് ശരിക്കും മാങ്കടവ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ കുറച്ച് കടകളൊക്കെയാണ് ഉള്ളത്. അതിനോട് ചുറ്റുപറ്റി ഒരു 3 കൂടിയ കവലയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ആ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് കടക്കാം അല്ലേ? രാവിലെ ചേട്ടാ ഇവിടെ രാവിലെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ കട? രണ്ടുപേരും ഈ നാട്ടുകാരായിരിക്കും. എന്താ പേര്?
എൻ്റെ പേര് ജോസ്. ജോസ്. എൻ്റെ പേര് ആൻ്റണി. ആൻ്റണി അല്ലേ? ഇവിടെ നല്ല ജനവാസമുള്ള ഒരു മേഖലയല്ലേ? ജനവാസമുണ്ട്, പക്ഷേ അതിലൊക്കെ ആയിട്ടാണ് വീട്. ഈ ഏക്കർ കണക്കിന് സ്ഥലമുള്ള കാരണം ആ സ്ഥലമുള്ള സ്ഥലത്തൊക്കെ കൂടിയാണ് വീട് കാണുന്നത്. ആണല്ലേ? ആള് ഇഷ്ടം പോലെ ഉണ്ട്. ഈ വഴി ഇങ്ങനെ 4 കിലോമീറ്റർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കുമ്പമ്പാറ എത്താം അല്ലേട്ടാ? കുമ്പമ്പാറ. അടുത്ത ജംഗ്ഷൻ ഓടക്കാലി അല്ലേ? ഓടക്കാലി അല്ല, സോറി, എനിക്ക് എപ്പോഴും മാറിപ്പോയി. ഓടക്ക സിറ്റി. ഓടക്ക സിറ്റി 3 കിലോമീറ്റർ ഓടക്ക സിറ്റി. അവിടുന്ന് 1 കിലോമീറ്റർ നമ്മുടെ കുമ്പമ്പാറ കവല. അത്രേ ഉള്ളൂ. ഇതുണ്ടോ ഇവിടെ നമുക്ക് ഈ ആനവർത്തിക്ക് 4 കിലോമീറ്റർ ഉള്ളൂ, അതുപോലെ കൂമ്പമ്പാറ 4 കിലോമീറ്റർ ഉള്ളൂ, കല്ലാറുകുട്ടി 4 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നവോദയ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ചെറിയ സിഗ്നൽ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഈ കാണുന്ന വഴിക്കൂടെയാണ് ആനവർത്തിക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടത്തെ ഇതിലൂടെ 4 കിലോമീറ്റർ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് സഞ്ചരിക്കണം. ഇത് പുതിയ വഴിയാണ്, അതുകൊണ്ട് തന്നെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഈ വഴി ഇങ്ങനെ പോകുന്നിടത്താണ് നമ്മുടെ പവർ ഹൗസ് ഉള്ളത്. ഞാൻ ആദ്യം താഴെ വെച്ച് പറഞ്ഞില്ലേ പവർ ഹൗസ് ഉള്ളത്. ഇവിടെ ഒരു ബോർഡുണ്ട്. യെസ്. നമ്മളങ്ങനെ മാങ്കടവ് കവലയുടെ അവിടെ നിന്ന് മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കുരിശുപള്ളി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ സൈഡ് ചേർന്ന് ഒരു ചെറിയ വഴിയുണ്ട് കേട്ടോ. ഈ വഴി കൂടെ നമുക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ചെറിയ സ്കൂളുണ്ട്, ഹൈസ്കൂളാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ഇത്ര മനോഹരമായൊരു സ്കൂളുണ്ടല്ലോ എന്ന് ഞാൻ അതിശയിച്ചു പോയി. അപ്പം നമ്മൾ ആ സ്കൂൾ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഇനിയുള്ള യാത്ര. പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് കൃഷിയിടങ്ങളാണ്. നിങ്ങൾക്ക് ഈ റോഡിൻ്റെ 2 സൈഡ് നോക്കുമ്പോൾ അറിയാം എത്രമാത്രം കൃഷിയിടങ്ങളാണ് ഈ മേഖലയൊക്കെ ഉള്ളതെന്ന്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന വഴിയില്ല, ഈ വഴി കൂടെ യാത്ര ചെയ്തിട്ട് നമുക്ക് കല്ലാറുകുട്ടിക്ക് പോകാൻ പറ്റും കേട്ടോ. നായ്ക്കുന്ന് കൂടി കല്ലാറുകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ സ്കൂൾ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ തേക്കും പ്ലാന്റേഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒത്ത നടുക്ക് മനോഹരമായ പ്രകൃതി ആംബിയൻസിലിരിക്കുന്ന ഒരു സുന്ദരമായ ഒരു സ്കൂൾ, അതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് സ്കൂളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് സ്കൂളിൻ്റെ ഫ്രണ്ടേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് കണ്ട സ്കൂളില്ലേ, ആ സ്കൂളിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു പള്ളി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു ചെറിയ പള്ളിയാണ്. ഇവിടെ നിന്നാലും നമുക്ക് ആ മനോഹര സ്കൂൾ കാണാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഡ്രോൺ ചേട്ടനെ ഒന്ന് പൊക്കിയിട്ട് ആ ഒരു വിഷ്വലൊന്ന് കാണാം അല്ലേ. അങ്ങനെ മനോഹരമായ സ്കൂളിൻ്റെ അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഓടക്കാലി എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തേക്കാണ്. സോറി, ഓടക്കാലി അല്ല, ഓടക്ക സിറ്റി. ഇത് രണ്ടും എപ്പോഴും മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഓടക്ക സിറ്റി കാണാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ജാതി, കൊക്കോ, ഏലം, കുരുമുളക്, അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഇവിടെ ഉള്ളൊരു നാടാണ്. അപ്പോൾ അങ്ങനെ ഒരു നാടിൻ്റെ ഉള്ളിൽ കൂടെ നല്ല സുഖശീതളമായ ഒരു യാത്രയൊക്കെ നടത്തിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വഴി അല്പം ഇടുങ്ങിയ വഴിയായതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം പോകണം. പക്ഷേ വാഹനങ്ങൾ ഒരുപാടൊന്നും ഓടാത്തൊരു വഴിയാണ്. എന്താണെങ്കിലും നമ്മളിപ്പോൾ ഓടക്ക സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം അങ്ങനെ നമ്മുടെ പെട്ടിമുടി മലനിരകളൊക്കെ മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം എന്താണെങ്കിലും പറഞ്ഞാലും ഇവിടെ ഒരുപാട് ജനവാസമുള്ള മേഖലയാണ്. ഇതുവഴി കൂമ്പമ്പാറയിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ കാണുന്നു, നമ്മൾ ഓടക്ക സിറ്റിയിലേക്ക് എത്തി. ഇവിടെ നമുക്കൊരു മുസ്ലിം ദേവാലയം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടോ ഇവിടെ ഒരു മോസ്ക് ഉണ്ട്. നമുക്ക് ഡ്രോൺ ചേട്ടൻ വിടാം. ഊനത്തുൽ ഇസ്ലാം ജുമാ. എനിക്ക് പേര് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ, ആരും എന്നോട് പിണങ്ങരുത്. ഓടക്ക സിറ്റി, ഇവിടെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഈ നാടിൻ്റെ പേര് ഓടക്ക സിറ്റി എന്നാണ്. ഓടക്ക സിറ്റി എന്ന് പേര് വരാൻ കാരണം ഓടക്കൽ ജനാർദ്ദനൻ എന്നൊരാൾ ഇവിടെ കട തുടങ്ങുകയും കുറേയധികം സ്ഥലങ്ങൾ വാങ്ങുകയും കടകൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ വികസിച്ചാണ് ഇത്രയും വലിയൊരു സ്ഥലം ഉണ്ടായതും ഓടക്ക സിറ്റി എന്നുള്ള പേര് വന്നത്. ഇത് ഏത് കാലഘട്ടത്തിലായിരിക്കും? അത് ഞാനുണ്ടാകുന്നതിനേക്കാൾ മുമ്പാണ്. എനിക്കിപ്പോൾ 56 വയസ്സായി. അതിനു മുമ്പാണത്. അതിനു മുമ്പാണ്. ഒരു 10-80 വർഷത്തെ ചരിത്രമായിരിക്കും. 80 ഒരു 67 വർഷത്തെ ചരിത്രമുണ്ട്. ഈ ഓടക്കൽ നിന്നായിരുന്നു അവരുടെ വീട്ടുപേര് അല്ലേ? അവർ ഓടക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. അവരുടെ വീട്ടുപേര് ശരിക്കും വെട്ടുകല്ലമ്മക്കൽ എന്നാണ്. പക്ഷേ ഓടക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന കാരണം അവരെ ഓടക്കൽ എന്നാ അറിയപ്പെട്ടെ. അങ്ങനെ ലോപിച്ച് ഓടക്ക സിറ്റിയായി. ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് സലീം കുമാർ. ഇവിടെ പലചരക്കട നടത്തുന്നു. അതല്ലേ, ചേട്ടൻ്റെ കടയാണിത്. ഓക്കെ, മതി. ഇവിടെ ഗുരുമന്ദിരമുണ്ട്, യാക്കോറ്റ് കുരിശുപള്ളിയുണ്ട്, പിന്നെ മുസ്ലിം പള്ളിയുണ്ട്,
അങ്ങനെ ഒരു ആവറേജ് വികസിച്ച ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ ഓടക്ക സിറ്റി. ഓടക്ക സിറ്റി മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും മുസ്ലിം ഭൂരിപക്ഷമാണ് ഇവിടെ കൂടുതൽ. അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഓക്കെ. നമ്മൾ ഈ ഓടക്ക സിറ്റി എന്ന് പറയുന്ന സ്ഥലം രണ്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിന്നത് പുതിയ ഓടക്ക സിറ്റിയാണ്. ശരിക്കും ഇപ്പം ചേട്ടൻ പറഞ്ഞ ചരിത്രമില്ലേ, അവർ വന്ന് കട നടത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്ന സ്ഥലമാണ്. പക്ഷേ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 300 മീറ്ററിൻ്റെ ഒക്കെ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം കേട്ടോ. ഇവിടെയൊക്കെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഇലക്ഷൻ വർക്കിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ കൂമ്പമ്പാറയ്ക്കാണ് ചെല്ലുന്നത്. ഈ വിഷ്വൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം മഴയൊക്കെ പെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.